السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن مهاجر بن قندف رضي الله عنه أنه سلم على النبي صلى الله عليه وسلم وهو يتوضأ فلم يرد عليه حتى فرغ من وضوئه فرد عليه فقال إنه لم يمنعني أن أرد عليك إلا أني كرهت أن أذكر الله إلا على الطهارة. رواه أحمد وابن മാജ റഹ്മത്തുള്ളാഹി അലൈഹിമ. സഹോദരങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. മുഅദ്ദിൻ, അദാൻ നിർവഹിക്കുന്ന വ്യക്തി ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ സംസാരിച്ചത്. ഇനി മുഅദ്ദിന് സുന്നത്താകുന്ന ചില കാര്യങ്ങളുണ്ട്. അത് സുന്നത്തല്ലേ എന്ന് വിചാരിക്കും. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കുക എന്നുള്ളതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കും പ്രവൃത്തിയും മൗനാനുവാദവും ഉൾപ്പെടുന്ന കാര്യങ്ങൾ ഒരു മുത്തബിഉ സുന്ന അല്ലെങ്കിൽ ഒരു മുഹിബ്ബു സുന്ന പകർത്താൻ കഴിയുന്നതിന്റെ മാക്സിമം ജീവിതത്തിൽ പകർത്തുകയും ഒപ്പിയെടുക്കുകയും അതിനോടൊപ്പം നിൽക്കുകയും ചെയ്യുമ്പോഴാണ് ഒരാൾ എന്താകുന്നത് യഥാർത്ഥ സുന്നിയായി മാറുന്നത്. നമ്മുടെ നാട്ടിലെ സുന്നി എന്ന് പറഞ്ഞാൽ സുന്നത്തിന്റെ വിരുദ്ധമായ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമൊക്കെ ചെയ്യുന്നവർക്കാണ് ആ പേരിട്ടുള്ളത്. അതല്ല, മറിച്ച് യഥാർത്ഥത്തിൽ ലോകത്ത് രണ്ട് രൂപത്തിലുള്ള ആളുകളാണുള്ളത്. ഒന്ന് ഷിയ, മറ്റൊന്ന് സുന്നി. റസൂലിന്റെ സുന്നത്തിനെ അനുധാവനം ചെയ്യുന്ന അങ്ങനെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അദാൻ അല്ലെങ്കിൽ മുഅദ്ദിനായ ഒരാൾക്ക് വേണ്ടുന്ന സുന്നത്തിനെ സംബന്ധിച്ച് പറയുന്ന ഭാഗത്ത് കാണാൻ പറ്റും. അദാൻ വിളിക്കുന്നവൻ ഉളൂ ചെയ്യുക എന്നത് അത് സുന്നത്തായ ഒരു കാര്യമാണ്. അതിന്റെ ദലീല് ആണ് ഈ ഹദീസിലുള്ളത്. അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുക എന്നതിൽ ഏറ്റവും പ്രഗത്ഭമായ നാമങ്ങളാണ് അത്തക്ബീർ, അല്ലാഹു അക്ബർ. പിന്നെ അതിൽ വരുന്ന ഷഹാദത്ത് കലിമ, അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. പിന്നെ അല്ലാഹു അക്ബർ, വീണ്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്ത് തുടങ്ങി. ഇതെല്ലാം കൂടി സമ്മേളിക്കുന്ന ഒന്നാണ് അദാൻ, ബാങ്ക് എന്നുള്ളത്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പറയാൻ വേണ്ടി അല്ലെങ്കിൽ അതിനു വേണ്ടുന്ന ഒരു തെളിവായി പറയുന്ന ഒരു ഹദീസാണെന്നത് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കാണാൻ കഴിയുന്ന ഇമാം അഹ്മദും ഇബ്നു മാജയും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അന്നഹു സല്ലമ അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ കടന്നു ചെന്നിട്ട് സലാം പറയുകയുണ്ടായി. റസൂലുള്ളാഹിയോ വഹുവ യതവല്ലഹു, അദ്ദേഹം വുളൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫലം യറുദ്ദു അലൈഹി, അദ്ദേഹം ഇല്ല അതിന് സലാം മടക്കിയില്ല. ഹത്താ ഫറഅ മിൻ വുളൂഇഹി, വുളൂഇൽ നിന്ന് വിരമിക്കുന്നത് വരെ. ഫറദ്ദ അലൈഹി, അങ്ങനെ വിരമിച്ചപ്പോൾ എന്ത് ചെയ്തു? അദ്ദേഹം വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതാണ് ഫറദ്ദ, മടക്കി എന്നുള്ള ഉദ്ദേശിക്കുന്നത്. വഖാൽ, എന്നിട്ട് പറഞ്ഞു ഇന്നഹു ലം യംനഉനി അൻ അർദു അലൈക, ഞാൻ നിനക്ക് ആ സലാം പറയുന്നതിന് എനിക്ക് തടസ്സമായി തീർന്നിട്ടുള്ളത് എന്താ? ഇല്ല, അല്ലാതെ ഇല്ല. അന്നീ കരിഹത്തു, ഞാൻ വെറുക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ നാമം സ്മരിക്കുക എന്നുള്ളത് ഇല്ല അലാ തഹാറത്തിൻ, ശുദ്ധിയോടുകൂടി അല്ലാതെ. അപ്പൊ ശുദ്ധിയോടുകൂടി മാത്രം അള്ളാഹുവിന്റെ നാമം സ്മരിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ സലാം മടക്കുക പോലും ചെയ്യാതിരുന്നത്, സലാം കാത്തുന്നത്. മറ്റു ചില പ്രാഥമികമായ കാര്യങ്ങൾ നിർവഹിക്കുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നയം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അവിടങ്ങളിലൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ തന്നെ അത് പൂർത്തീകരിച്ച് അവിടുന്ന് വന്ന് ഒന്നും ചെയ്തതിന് ശേഷം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ രംഗത്തും ഒന്നും ഉണ്ടായിരിക്കണം. ബാങ്കിന് മാത്രമല്ല, മറ്റു ചില കാര്യങ്ങൾക്കല്ല. എപ്പോഴും റസൂൽ പറഞ്ഞേ, നിങ്ങൾ പുതുക്കിക്കൊണ്ടേയിരിക്കുക, അത് നിങ്ങളുടെ ഈമാൻ വർദ്ധിക്കാൻ കാരണമായി തീരും. അപ്പൊ അങ്ങനെയുള്ള ഈമാനികമായ തലത്തിൽ നിന്നുകൊണ്ട് നിർവഹിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ദിക്റുകളും ഔറാദുകളും ഉൾപ്പെടുന്ന ഒന്നാണ് അദാൻ എന്നുള്ളത് കൊണ്ട് ആ സമയത്ത് സുന്നത്തുണ്ടായിരിക്കുക അല്ലെങ്കിൽ വുളൂ ഉണ്ടായിരിക്കുക എന്നുള്ളത് ഒരു മുഅദ്ദിനെ സംബന്ധിച്ച് സുന്നത്താണ് എന്ന് ഈ ഹദീസിനെ തെളിവ് പിടിച്ചുകൊണ്ട് ഉലമാക്കൾ വിശദീകരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രംഗത്തും സംശുദ്ധമായ ഹൃദയത്തോടുകൂടി ജീവിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മാനുഷികമായി വന്നുപോയ എല്ലാവരും തെറ്റുകുറ്റങ്ങളും അല്ലാഹു ഇരു ലോകത്തും പുറത്ത് മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. അവയ്ക്ക് പകരമായി നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ട നമ്മുടെ ഉറ്റവരും ഉടയവരുമായ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ പ്രായാധിക്യവും രോഗവുമായി കഴിഞ്ഞുകൂടുന്നവർക്ക് ഷാഫിയായ റബ്ബ് ആജലും കാമിലുമായ ശിഫയും
സമാധാനവും ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. മറ്റിതര പ്രയാസങ്ങൾ കൊണ്ട് അവനവന്റെ കാര്യങ്ങൾ തടസ്സപ്പെടുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അവനവന്റെ കാര്യങ്ങൾ മറ്റൊരാളുടെ സഹായം കൂടാതെ നിർവഹിക്കുവാൻ ആവശ്യമായ സ്വഹത്തും താഖത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീകളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ മുത്തഖീകളായി തുടരാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്ത് അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായി ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീകളിൽ അല്ലാഹു നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു എത്രയും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും നമ്മുടെയും അല്ലാഹു എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.